ബാക്ക് ടു ഹൃദയപൂർവാനുജ. അപ്പോ ഇന്ന് നമ്മൾ മറ്റൊരു വിഷയമായിട്ട് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മളിപ്പോ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ കാണുന്നത് നമ്മുടെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഒക്കെ നമ്മുടെ രേണു സുധി എന്ന് പറഞ്ഞ ചേച്ചിനെ പറ്റി ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തലുകൾ, അത് ഒറ്റപ്പെടുത്തലുകളിലോട്ട് മാറ്റി കോർണർ ചെയ്യുന്നതിലോട്ടൊക്കെ ആക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ സത്യത്തിൽ കുറച്ച് എനിക്ക് വ്യക്തിപരമായിട്ടൊരു പെണ്ണിന്റെ ലൈഫിനെ കുറിച്ച് പറയാൻ വലിയ താല്പര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് കുറച്ച് ഫെമിനിസം ചിന്താഗതിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുക ഒരു പെണ്ണൊരു സ്വന്തം കാലം ഇന്ന് ജീവിച്ച് പോകുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അങ്ങനെ ഒരു സന്തോഷം ഈ ഒരു രേണുസുധിയുടെ കാര്യത്തിൽ അവർ സ്മാർട്ടായിട്ട് ലൈഫ് നോക്കി പോകുന്നു എന്നൊരു സന്തോഷം ഉള്ളിലുള്ള ഒരാളായത് കൊണ്ടും അവർ ജീവിക്കട്ടെ, നല്ല രീതിയിൽ ജീവിക്കട്ടെ, ഓരോന്നും നല്ല നല്ലത് വരട്ടെ എന്ന് ചിന്തിച്ചാണ് ഞാൻ ഇരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവര് എല്ലാവരും കൂടെ അവരെ കുറ്റപ്പെടുത്തുമ്പോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്ത് ഭയങ്കരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നടത്തുമ്പോഴൊക്കെ ഓക്കെ നമ്മളത് പറയേണ്ട, ആ ടോപ്പിക് എടുക്കേണ്ട എന്നൊക്കെ ഒരുപാട് വട്ടം ഒരുപാട് ഘട്ടങ്ങൾ ഇതിനെ കുറിച്ച് പറയേണ്ട ഒരുപാട് ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ മിണ്ടാതിരുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ കണ്ണുന്നില്ല ഒരു പെണ്ണിന്റെ ജീവിതം വെച്ച് തൊലക്കുന്ന പോലെ ജീവിതം പിച്ച് ചീന്തുവാണ് കുറെ യൂട്യൂബേഴ്സും കുറെ കമന്റ് ഇടുന്നവരും കുറെ കമന്റോളുകളും കുറെ ഫേസ്ബുക്ക് റിവ്യൂവേഴ്സും കുറച്ച് യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ കൂടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഒരു പെണ്ണ്, ആ പെണ്ണ് അതിനേക്കാൾ ഉപരി ഒരു വിധവയായ പെണ്ണിന്റെ ലൈഫ് ഇട്ട് സ്പോയിൽ ചെയ്യുന്ന ഒരു സംഭവമാണ് കാണുന്നത്. അപ്പോ നമ്മൾ എന്തിനും മിണ്ടാണ്ടിരിക്കണം. നമുക്ക് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞത്, അതായത് ഈ യൂട്യൂബേഴ്സ് ഈ ഒരു പെണ്ണിനെ കുറ്റം പറഞ്ഞു ഇപ്പൊ ഫസ്റ്റ് പുള്ളിക്കാരത്തിനെ കുറിച്ച് ആരെങ്കിലും ഒരു കുറ്റം പറയുമ്പോൾ 1000 പേര് ആ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കാം. അതിലൊരു 900 പേരും ചിലപ്പോൾ അത് ഇഗ്നോർ ചെയ്താലും ഒരു 100 പേര് നേരാണല്ലോ ഈ പെണ്ണ് ഇങ്ങനത്തെ ആളാണ് എന്നൊരു നെഗറ്റീവ് തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരാൾ വീഡിയോ ചെയ്യുന്നു, രണ്ടാമത്തെ ആൾ വീഡിയോ ചെയ്യുന്നു, ഇവർ 2-3 പേര് വീഡിയോ ചെയ്യുന്നു. അങ്ങനെ സൊസൈറ്റിയുടെ മനസ്സിലോട്ട് ഒരു പെണ്ണിന് ഒരു ആവശ്യവും ഇല്ലാണ്ട് അവളെ കുറിച്ചുള്ള നെഗറ്റിവിറ്റി എന്തെങ്കിലും ആവശ്യമുള്ള കാര്യത്തിനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പൊതു കാര്യത്തിനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുള്ള കാര്യത്തിനായിരുന്നു ഇവർ ഇത്രക്കൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊതു വിഷയമായിട്ട് നമ്മുടെ നാട്ടുകാരെ മൊത്തം ബാധിക്കുന്ന എന്തെങ്കിലും വിഷയത്തിനെ കുറിച്ചൊക്കെ ഇവർക്ക് സംസാരിച്ചൂടെ. പകരം ഭർത്താവ് മരിച്ചിട്ട് പുറത്തേക്ക് ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പെണ്ണിനെ, അവൾ ജോലി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ ഇങ്ങനെ എന്താ പറയാ മാരകമായിട്ടുള്ള ഒരു അറ്റാക്കാണ്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ ഒരു എന്താ പറയാ സൈബർ ബുള്ളിങ് എന്നോ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയില്ല, സൈബർ അറ്റാക്കേഴ്സ്, അവരുടെ ഒരു അറ്റാക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരു പെണ്ണെന്ന നിലയിൽ എനിക്കും ഇത്രയേറെ അവളെ തരം താഴ്ത്തുന്ന സംഭവങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് തന്നെ എടുത്തത്. അല്ലെങ്കിൽ ഞാനൊരു ടോപ്പിക് എടുക്കില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ച് സ്കിപ്പ് ചെയ്ത് പോകാറാണ് പതിവ്. പക്ഷെ ഒരു പെണ്ണിന്റെ ലൈഫ്, നമ്മളും ഒരു പെണ്ണാണ്, നമ്മുടെ മുന്നിൽ ഒരു കുറ്റവും ചെയ്യാത്തൊരു പെണ്ണ്, ഒരു പാപവും നിലവിൽ ചെയ്തെന്ന് നമുക്ക് ആർക്കും ഒരു തെളിവില്ലാത്തൊരു പെണ്ണിനെ പറ്റി എത്രക്ക് കുറ്റം ആർക്കാണ് പറയുന്നത്. ഒരു പെണ്ണെന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ എന്താ പറയാ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ എനിക്ക് അവളുടെ ഭാഗത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ചോദിക്കാനും പറയാനും ഉണ്ട്. പിന്നെ അതിനേക്കാൾ ഉപരി ഇവളൊരു പരാതിയായിട്ട് പോയപ്പോ പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് നെഗറ്റീവായിട്ടുള്ള അപ്രോച്ചാണ് ഉണ്ടായതെന്ന് പോലും ഒരു സംഭവം വന്നു. അപ്പോൾ ഒരു നീതി തേടി ഒരു സിസ്റ്റത്തെ സമീപിച്ചപ്പോ പോലും നെഗറ്റീവ് ആയിട്ട് ദുരനുഭവം നേരിട്ടൊരു പെണ്ണ്. അപ്പൊ ആ ഒരു പെണ്ണിന്റെ ഒരു അവസ്ഥ നമ്മളും കൂടെ ഒന്ന് ചിന്തിക്കണ്ടേ. അതിന്റെ ഒരു സൈഡ്, അതായത് എന്തെങ്കിലും ഒരു കുഞ്ഞു മിസ്റ്റേക്കുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ കുഞ്ഞു മിസ്റ്റേക്കുകൾ ഇല്ലാത്ത മനുഷ്യരാരാ? ആ ഒരു കുഞ്ഞു മിസ്റ്റേക്കിനെ എടുത്ത് അവളെ അങ്ങ് മോശക്കാരിയാക്കുന്ന തരത്തിലോട്ടുള്ള ഒരു സംഭവമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഈ കുറ്റം പറയുന്നവര് എനിക്ക് കാണുമ്പോൾ അതിന് ഒറ്റവാക്കി പറയുന്ന ഈ ആനമന്തുള്ളവര് കുരുവുള്ളവര് കുറ്റം പറയുന്ന പോലെ, 2 കാലം ആനമന്തുള്ളവര് കുരുവുള്ളവര് കുറ്റം പറയുന്നത്, ആ ഒരു സംഭവം കാണുന്നു. അപ്പോ അതിലിപ്പോ ഏറ്റവും കൂടുതൽ ഈ ദയാ അച്ചു എന്നൊക്കെ പറഞ്ഞവര് ഭയങ്കരമായിട്ട് ഡേ ബൈ ഡേ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോന്ന് പറഞ്ഞു എന്നിട്ട് നിനക്കൊന്നും മനുഷ്യത്വം ഇല്ലേ? അല്ലെങ്കിൽ 1 കെട്ടി 2 കെട്ടി 3ാമതും കെട്ടാൻ നടക്കുന്നവരൊക്കെയാണ് ഈ ഒരു പാവം പിടിച്ച പെങ്കൊച്ചിനെ അവർ ജീവിക്കുന്നത് ഇങ്ങനെയാണ് എന്ന രീതിയിൽ മോശമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരുപാട് പേര് കുറ്റം പറയുന്നവരൊക്കെ 1, 2, 3 കെട്ടിയവരും, അല്ലെങ്കിൽ എന്താ പറയാ 1, 2, 3 കെട്ടാൻ നടന്നവരും ഒക്കെ. ഇപ്പൊ ദയാച്ചന്റെ കാര്യത്തിൽ ഇപ്പൊ ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ കയറി നോക്കിയപ്പോ കണ്ടത് സുധിയുടെ മക്കൾ എന്നും പറഞ്ഞിട്ട് ടാഗ് കൊടുത്ത് ഹെഡ്ലൈൻ ഒക്കെ കൊടുത്തിട്ടൊരു സംഭവം. ഫസ്റ്റ് ചോദിക്കാനുള്ള ഈ പറയുന്ന ദയാച്ചന്റെ മക്കൾ എവിടെയാണ്? ദയാച്ചന്റെ മക്കള് എവിടെയോ ആണ്. അവരെയൊന്നും നോക്കാതെ, അവരുടെ കാര്യം തിരിഞ്ഞു നോക്കാതെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രേമങ്ങള്, ഒരുപാട് അവിഹിത ബന്ധങ്ങള് ഒക്കെ പബ്ലിക്കിൽ കൊണ്ടുവന്ന് കാണിച്ചാൽ അവര് ഈ ഒരു
ഇതൊന്നും അല്ലാണ്ട് ഭർത്താവ് മരിച്ച് 2 വർഷം കഴിഞ്ഞപ്പോൾ ജോലി ചെയ്ത് ജീവിക്കാൻ ഇറങ്ങിയ ഈ ഒരു പെണ്ണിനെ രേണുസുധീനെ കുറ്റം പറയും. അപ്പൊ പിന്നെ ഇവരുടെ പാസ്റ്റിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് ഒരു കാമുകൻ ഉണ്ടായിട്ട്, ഒരു കാമുകനല്ല, പല പല വർഷങ്ങളിൽ പല കാമുകന്മാരുമായിട്ടുള്ള പലതും സോഷ്യൽ മീഡിയ വഴി കാണിച്ചു, അവിഹിത ബന്ധങ്ങൾ കാണിച്ചു. എന്നിട്ട് അവിഹിത ബന്ധത്തിലെ ചെറുക്ക വേറെ ആരുടെ പോയി കല്യാണം കഴിച്ചപ്പോൾ അതിന്റെ വയലൻസ് സോഷ്യൽ മീഡിയ കൂടെ കാണിച്ച വ്യക്തിയൊക്കെയാണ് ദയാച്ചു. അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര്, അവരിൽ ചിലരൊക്കെ സ്ത്രീകള്, ഒന്നാമത്തെ മോന്റെ അച്ഛൻ വേറെ ഒന്ന്, രണ്ടാമത്തെ മോന്റെ അച്ഛൻ വേറെ ഒന്ന്, പിന്നെ മൂന്നാമത് വേറെ 2 മക്കളുടെ പ്രസൻസിൽ മൂന്നാമത് വേറെ കാമുകന്മാരുമായിട്ടൊക്കെ ബന്ധങ്ങൾ സൃഷ്ടിച്ചവരൊക്കെ, അത് 2 കാലിലും ആനമന്ദം വെച്ചോണ്ടിരിക്കുന്നവര് ഈ പാവം പിടിച്ച പെൺകൊച്ചിനെ അങ്ങ് പറഞ്ഞ് തറ പറ്റിച്ച് നോക്കുക. അപ്പൊ അവരെ പോലുള്ള സ്ത്രീകളല്ല എല്ലാ സ്ത്രീകളും. ചില സ്ത്രീകൾ, എനിക്ക് ഈ ഒരു വശത്തിന്റെ 2 സൈഡും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ചെറിയ അതായത് ഒരു ഓവർ റിയാക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് രേണു. ചിലതൊന്നും മിണ്ടാണ്ടിരുന്നാൽ ഇത്ര വിവാദം വരത്തില്ലായിരുന്നു. ചില സ്ഥലത്ത് പോയി മിണ്ടി ചിലപ്പോൾ വായിന്നൊക്കെ വല്ല സ്കിപ്പ് ഇങ്ങനെ പോകുമല്ലോ, എന്താ പറയാ, അറിയാണ്ടൊക്കെ വായിന്നൊക്കെ വേറെ പല വർത്തമാനങ്ങളൊക്കെ വരുമ്പോ അതൊക്കെ ഇവരെടുത്ത് വെച്ച് പിന്നെ അങ്ങോട്ട് സംഭവം അവളെ ക്രിട്ടിസൈസ് ചെയ്ത് കൊല്ലം വിളിക്കും. അപ്പൊ അതൊക്കെ ഒരു നോർമലി ഒരു സാധാരണ മനുഷ്യന് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ണടച്ചാൽ തീരുന്ന മിസ്റ്റേക്കുകളൊക്കെ ഉള്ളൂ. അല്ലാണ്ട് വലിയ തീർക്കത്തില്ലാത്ത അപരാധോ അല്ലെങ്കിൽ വലിയ അവിഹിത ബന്ധങ്ങളോ അല്ലെങ്കിൽ എന്താ പറയാ വലിയ മോശ പ്രവൃത്തികളോ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാത്തൊരു വ്യക്തിനെ ഇത്രയേറെ കുറ്റം പറയുന്നു. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് പറയണ്ടേ? അങ്ങനെ മാത്രമല്ല, അവരുടെ ഭാഗം മനസ്സിലാക്കാൻ പറ്റുന്നവരും ഈ നാട്ടിലുണ്ട്. നിങ്ങൾ പറയുമ്പോൾ, നിങ്ങൾ അങ്ങ് കുറ്റം പറയുമ്പോൾ തന്നെ നമ്മൾ അതങ്ങ് വിശ്വസിക്കുന്നവരൊന്നും അല്ല. അപ്പൊ ഇത് കുറെ നാളായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച്, ആദ്യം എടുത്ത വീഡിയോയെ കുറിച്ച്, രണ്ടാമത് എടുത്ത വീഡിയോയിലെ വ്യക്തിയെ കുറിച്ച്, ആ വ്യക്തിയുടെ കുടുംബജീവിതം തകർക്കുമെന്നൊക്കെ ഉള്ള റൂമേഴ്സ്, പിന്നെന്താണ്, പിന്നെ ഇവളുടെ പാസ്റ്റ് ലൈഫിൽ വേറെ ആരാണ്ടുണ്ടായിരുന്നു എന്ന കാര്യം കുത്തിക്കയറി കൊണ്ടുവന്നത്, പിന്നെ സുധിച്ചേട്ടന് വേറെ ഭാര്യ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഒരുപാട് 2-3 മാസം ഇവിടെ എന്ന് ജോലി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഓരോ ആഴ്ച പുതിയ ടോപ്പിക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ എന്താ ഒരു സംഭവം എന്ന് വെച്ചാൽ, രണ്ട് കുഞ്ഞുങ്ങള് അവരുടെ മനസ്സ് ഒന്ന് സ്നേഹിച്ചതാണ് ഇപ്പൊ വിവാദത്തിന് കാരണം. അതായത് സുധിച്ചേട്ടന്റെ മൂത്തമ്മ 20 വയസ്സുള്ള കിച്ചു, രണ്ടാമത്തെ മോൻ ഒരു 4 വയസ്സ് 5 വയസ്സൊക്കെ കാണുമായിരിക്കും, അത്ര രണ്ടാമത്തെ കുഞ്ഞിക്കൊച്ചു. അപ്പൊ ഇവര് എന്താ പറയാ, ഇവര് നല്ല സ്നേഹമുള്ളവരാണ്. ഞാൻ ആ വീഡിയോ ഞാൻ അപ്പൊ തന്നെ അവര് അപ്ലോഡ് ചെയ്ത സമയത്ത് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം മൂത്തച്ചെറുക്കൻ സുധിച്ചേട്ടന്റെ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും അവന്റെ അനിയൻ ഈ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട്, എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ യൂട്യൂബിൽ നിന്ന് വല്ല വരുമാനമൊക്കെ കിട്ടിക്കാണും. അവനൊരു ചാനലൊക്കെ ഉണ്ട്. അപ്പൊ ആ വരുമാനം കിട്ടിയ സമയത്ത് സുധിച്ചേട്ടന്റെ മൂത്തവൻ, അതായത് വേറൊരു അമ്മയുടെ മോനാണ് അവൻ, ഇളയവനെ കാണാൻ വന്നു, വീട്ടിലോട്ട് വന്നു. അതൊരു വ്ലോഗ് പോലെ അവൻ ചെയ്തു. എന്നിട്ട് ആ വ്ലോഗിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ കൊച്ചിനെ കൊണ്ട് അവൻ പുറത്തു പോയി ഫുഡ് വാങ്ങിച്ചു കൊടുത്തു, KFC വാങ്ങിച്ചു കൊടുത്തു, ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തു, ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തു. സ്കിപ്പ് ചെയ്താൽ കണ്ടത്. അങ്ങനെ എന്തൊക്കെയോ കുറച്ച് അവന്റെ സ്നേഹം അവന്റെ അനിയനും കൊടുത്തു. ആ സ്നേഹമല്ല ഈ നാട്ടുകാർക്ക് കാണേണ്ടത്. അപ്പൊ ഇവർ തമ്മിൽ, എനിക്ക് തോന്നി ഇപ്പൊ ഇതിനെ കുറിച്ച് നല്ല രീതിയിൽ ഈ ഒരു വശം സംസാരിച്ചു തുടങ്ങിയില്ല എങ്കിൽ ഇവരെ 3 പേരെ 4 വഴിക്കാക്കുമ്പോ ഈ യൂട്യൂബേഴ്സിനും ഈ കമന്റ് ഇടുന്നവർക്കും സമാധാനം. ഇപ്പൊ നിലവിൽ ആ കൊച്ചുങ്ങളെ സ്നേഹിച്ചാണ് ജീവിക്കുന്നത്. അവന്റെ മൂത്ത ചേട്ടന്റെ മനസ്സിൽ ആ കൊച്ചിനോടൊരു സ്നേഹം ഉള്ളത് കൊണ്ടാണല്ലോ അവൻ ആ കൊച്ചിനെ കാണാൻ വന്നതും അവനെ പുറത്ത് വിളിച്ചുകൊണ്ട് ഫുഡ് ഇഷ്ടം. നമുക്ക് എന്താ പറയാ, ഭയങ്കര പാവം തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ സമയത്ത് സുധിച്ചേട്ടനോട് ഭയങ്കര എന്താ പറയാ, ഇങ്ങനെ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, സുധിച്ചേട്ടാ നിങ്ങൾ ഉണ്ടാക്കി വെച്ച് 2 മക്കളും എന്ത് പറഞ്ഞാലും നല്ല സ്നേഹമുള്ള മക്കളെയാണ് സൃഷ്ടിച്ചിട്ട് പോയത്. അവർ 2 അമ്മമാരുടെ മക്കളാണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ യഥാർത്ഥ സ്നേഹമുണ്ട്. അവരുടെ ഉള്ളിൽ അവരൊരിക്കലും പരസ്പരം വിഷമാവില്ല എന്ന വിധത്തിലൊരു സ്നേഹമുണ്ട്. പക്ഷേ ഈ നാട്ടുകാർ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്ത് അവർ പരസ്പരം അവരെ തമ്മിത്തല്ലിക്കണം. അതാണ് നാട്ടുകാർ മീൻസ് യൂട്യൂബ് നാട്ടിലെ നാട്ടുകാർക്ക് ഇവരൊന്ന് തമ്മിത്തല്ലിരുന്ന നല്ലൊരു കണ്ടന്റ് ആയനെ. കിച്ചുനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടത് ഒരു വീഡിയോ കിട്ടിയിരുന്നെങ്കിൽ അവർക്കൊരു കണ്ടന്റ് ആയനെ. ഇതൊന്നും പോരായിട്ട് രേണുവിന്റെ സ്വന്തം കൊച്ചിനെ നോക്കുന്നില്ല എന്ന രീതിയിൽ വരെ സ്റ്റേറ്റ്മെന്റ് വന്നു. അല്ലെങ്കിൽ ആ കുഞ്ഞ് അവിടെ അരക്ഷിതാവസ്ഥയിൽ വളരുന്നു, ഇവളെ കൊച്ചിനെ നോക്കാതെ രേണു എവിടെയോ പോയി കിടക്കുന്നു. എന്തുവാണിത്? ഒരു മൂത്തവൻ അവന്റെ അനിയനോടുള്ള സ്നേഹം കാണിക്കാൻ വന്നതിനാണ് ഇത്രയേറെ കുറ്റപ്പെടുത്തലുകളും. ആ വീഡിയോയിൽ അത്രേ ഉള്ളൂ. പക്ഷെ മറ്റേ യൂട്യൂബ് ക്രിട്ടിസൈസേഴ്സ്, എന്താ പറയാ, യൂട്യൂബിലെ മറ്റേ നെഗറ്റീവ് കണ്ണുകൾ, അത് കണ്ടത് പിച്ചു വീട്ടിലോട്ട് കയറി ചെല്ലും. അതായത് സുധി നിലയം എന്ന് പറഞ്ഞ മറ്റേ അവർക്ക് വെച്ചു കൊടുത്ത വീടില്ലേ,
ആ വീട്ടിലല്ല ഇപ്പൊ മൂത്തവൻ അച്ഛന്റെ വീട്ടിൽ വേറെ കൊല്ലത്താണ്, ഇത് കോട്ടയത്ത് എവിടെയാണ്, ചങ്ങനാശ്ശേരിയോ അവിടെ എവിടെയാണെന്ന് തോന്നുന്നു. ആ വീട്ടിലോട്ട് ഇവൻ വരുമ്പോഴത്തേക്ക് ഈ സ്നേഹമൊന്നുമല്ല ഇതിൽ നല്ല ആ കൊച്ചുമ്മക്ക് കൊടുക്കുന്നൊക്കെ കാണുമ്പോ അയ്യോ പോകാൻ നേരത്തെ ജനലിൽ ഉമ്മയൊക്കെ കൊടുക്കുന്ന ഒരു വിഷ്വലൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടപ്പോ എനിക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ഒന്നുമില്ലല്ലോ ഇവര് പുറത്ത് ഇത്രയും പ്രശ്നങ്ങൾ നടക്കണം, മക്കളും നല്ല സ്നേഹമാണല്ലോ എന്നത് ഭയങ്കര ഒരു നല്ലൊരു മൊമെന്റ് ആയിരുന്നു. അതൊന്നും അല്ല ഇവര് പറയുന്നത്. പകരം കിച്ചു വീട്ടിൽ ചെന്നപ്പോ എല്ലാ മുറികളിലും നിറയെ തുണികൾ കിടക്കുന്നു. രേണുസുതി വീട് വൃത്തിയാക്കുന്നത്, സുചേട്ടന്റെ പേരിൽ കിട്ടിയ വീട് അവളെ അലങ്കോലാക്കിയിരിക്കുന്നത്, സുചേട്ടനെ അപമാനിക്കുന്ന തരത്തിലാണ് എന്നൊക്കെ പറഞ്ഞ ഒരു സൈഡില്. മഴക്കാലം അല്ലേ, എല്ലാവരുടെ വീട്ടിലും തുണികൾ, അവിടെ കുറെ ആൾക്കാരും ഉണ്ടാവും തോന്നുന്നു. അപ്പോ ഇഷ്ടംപോലെ തുണികൾ ഉണ്ടാവും. ഏത് മഴക്കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയല്ല ഭൂരിഭാഗം വീട്ടിലും അവിടെ ഇവിടെയൊക്കെ തുണിയൊക്കെ കിടക്കും, കുറെ തുണികൾ കട്ടില്ല അവിടെ ഇവിടെയൊക്കെ കിടക്കും, അത്രേ ഉള്ളൂ. അതിനാണ് എന്റെ പൊന്നോ എവിടെയോ ഷൂട്ടിങ്ങിന് പോയി കിടക്കുന്ന രേണു സുധിയാണ് വീട് വൃത്തികേടാക്കി വെച്ചിരിക്കുന്നത്. എന്താ വീടിന് വൃത്തിയില്ല, കുഴപ്പമില്ല, വീട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറെ തുണികൾ അവിടെ ഇവിടെ കളക്ഷമായിട്ട് കിടപ്പുണ്ട്. 2-3 പിള്ളേരുള്ള വീടാണ്. അത് ഒന്നാമത്തെ കുറ്റം. രണ്ടാമത് ഇവര് വാതിലൊക്കെ തുറക്കുമ്പോ ഈ രേണു സുധീന്റെ അച്ഛനും അമ്മയൊക്കെ ആ വീട്ടിലുണ്ടെന്ന് മനസ്സിലാവും. ഇത് ചേട്ടനും ചേച്ചിയുടെ കൊച്ചൊക്കെ ഉണ്ട്. ഓ അപ്പൊ കിച്ചുവിനെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ട് ഈ രേണുവിന്റെ വീട്ടുകാർ അവിടെ വന്ന് താമസിക്കുകയാണ് എന്നും പറഞ്ഞ് വേറെ കുറെ പേര്. അതിനെന്താ, അവർക്കൊരു വീടുണ്ട്, അവിടെ മുറികളുണ്ട്. സപ്പോസ് അച്ഛനും അമ്മക്ക് താമസിക്കാൻ വേറെ വീടില്ല, നേരത്തെ വാടക വീട്ടിലാണ് താമസിച്ചെന്നൊക്കെ പറയുന്നു. ചേട്ടനും ചേച്ചിയുടെ കാര്യം അറിയില്ല. അവരുടെ വീട്ടിലൊന്ന് താമസിച്ചെന്ന് വെച്ചിട്ട് അതുടനെ അവർക്ക് എഴുതി കൊടുക്കത്തൊന്നും ഇല്ലല്ലോ. നിലവില് 2 സുധിയുടെ 2 മക്കളുടെ പേരിലാണ് ആ വീട് എന്നാണ് എല്ലാവരും വഴി അറിഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ വീട്ടിൽ അവർ താമസിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ പിന്നെ ഇവര് അടിച്ചിറക്കി വിട്ടിട്ടുണ്ടാവണം മൂത്തച്ചെറുക്കൻ. അങ്ങനത്തെ ഒരു പ്രശ്നം മൂത്തച്ചെറുക്കൻ പറഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയത് മൂത്തച്ചെറുക്കന് അവന്റെ സമപ്രായക്കാര് കൊല്ലത്താണ്, പിന്നെ അവന്റെ ബന്ധുക്കളിൽ സമപ്രായത്തിലുള്ളവർ, അവനൊരു വൈബടിച്ച് നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അവന്റെ അച്ഛൻ വീടാണ്. അതുകൊണ്ട് പിന്നെ അവൻ അവിടെ നിന്ന് പഠിക്കുന്നു. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അവൻ ആ മച്ച വീട്ടിൽ നിൽക്കുന്നു. പക്ഷെ ഇവർക്ക് അത് ഇവൻ ഇവിടെ നിന്ന് അടിച്ചിറക്കിയതാവണം, ഇവൻ ഇവിടെ മുറിയില്ല, എല്ലാ മുറിയിലും കയറി വിരേണുവിന്റെ വീട്ടുകാർ നിൽക്കുന്നു, തുടങ്ങി എന്റെ പൊന്നെ ഇനി പറയാനൊന്നും ബാക്കില്ല. അത് ഓരോ വിഷ്വലിലും അവർ നല്ലതൊന്നും കാണാതെ ചീത്തത് കണ്ട് ചീത്ത ആംഗിൾ തന്നെ കാണുന്നതാണ് പ്രശ്നം. ഇതൊന്നും പോരാഞ്ഞിട്ട് കൊച്ചു മുത്തച്ഛക്കൻ അച്ചായുടെ അവാർഡൊക്കെ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ് അവൻ പോയി കട്ടിലിനടിയിൽ സൂചിച്ചേട്ടന്റെ കുറെ അവാർഡൊക്കെ എടുത്തോണ്ട് വരുന്നു. അപ്പൊ അടുത്തത് കണ്ട് അവളിത് സൂചിച്ചേട്ടന്റെ അവാർഡ് മൊത്തം എടുത്ത് താഴ്ത്തി വെച്ചു, അവൾ അത് മൊത്തം അലക്ഷ്യമായിട്ടിട്ട് കട്ടിലിന്റെ അടിയിലാണ് ഇപ്പൊ സൂചിച്ചേട്ടന്റെ സ്ഥാനം എന്നൊക്കെ പറഞ്ഞ് മറ്റിവർക്ക് കിട്ടിയ അവാർഡൊക്കെ മേശമേലിൽ വെച്ചു. ഇതൊക്കെ ഒരു സംഭവമാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കതിൽ നിന്ന് മനസ്സിലായത് കാര്യം, ഇവർ അവാർഡ് സംസ്കൃതിച്ചതിന്റെ അവാർഡൊക്കെ എടുത്ത് മുഴപ്പിച്ച് വെച്ച് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ, അവർ ജീവിക്കാനുള്ള തത്രപ്പാടിലാണ്. അതിന്റെ ഇടയിൽ അവർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതിനേക്കാൾ ഉപരി ഈ പുള്ളിക്കാരത്തെ ഈ അവാർഡ് സൂക്ഷിക്കുന്നതിനേക്കാൾ ഉപരി ഇവളുടെ മനസ്സില് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇവളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ട്രോമ പോലെ ഇപ്പോഴും കിടക്കുന്നത് സുചേട്ടനുണ്ടായ ആക്സിഡന്റ് ആണ്. അത് അവൾ യഥാർത്ഥത്തിൽ ഓവർകം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവള് സുചേട്ടൻ ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ഷർട്ട് എടുത്ത് സൂക്ഷിച്ചിരിക്കുന്നു, ബാഗ് എടുത്ത് ബ്ലഡ് ഉള്ള ബാഗ് എടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അവൾ അവാർഡ് സൂക്ഷിച്ചു വെച്ചിട്ടില്ല. പകരം അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ട്രോമ ഉണ്ട്. അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല. അവൾ എന്ത് പറഞ്ഞാലും ആ ഒരു സംഭവത്തെ കണക്ട് ചെയ്ത് പറയുന്നു. അവളുടെ തന്നെ ഒരു വീഡിയോയിൽ ഇവൾ ഈ ആക്സിഡന്റ് വന്നിട്ടുള്ള ഷർട്ട് എടുത്ത് കാണിക്കുന്നു, ആക്സിഡന്റിൽ ബ്ലഡ് പറ്റിയ ജീൻസ് എടുത്ത് ബാഗ് എടുത്ത് അതെടുത്ത് ഇതൊക്കെ കാണിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മറ്റേ നാഗവല്ലി ആഭരണങ്ങൾ കാണിക്കുന്ന പോലത്തെ ഒരു സെക്കൻഡ് കൊണ്ട് ആ ഒരു മാനസികാവസ്ഥയിലോട്ട് മാറുന്ന പോലത്തെ ഒരു തോന്നലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളിക്കാരത്തി മുന്നത്തെ സ്നേഹത്തെ സുധിച്ചേട്ടനുമായിട്ട് സ്നേഹിച്ച നിമിഷങ്ങളെക്കാളും പുള്ളിക്കാരത്തിന്റെ ഉള്ളിലുള്ളത് ഈ ഒരു ആക്സിഡന്റ് അവളെ നെഗറ്റീവായിട്ട് അവിടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ട്രോമയുണ്ട്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അത് അവളൊന്നും അതിനുവേണ്ടി ആക്ട് ചെയ്യോ സംഭവങ്ങളൊന്നുമല്ല. ഇതെനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ അവളുടെ മുഖത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം. അപ്പൊ ചിലര് നമ്മുടെ ഉള്ളിലൊരു പ്രശ്നമുണ്ട്, അത് പുറമേ അത് ഓവർകം ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ പുറമേ ആ ഒരു ഉള്ളിലെ പ്രശ്നം ഒന്നുമല്ല എന്ന രീതിയിൽ ഞാൻ ഭയങ്കര ബോൾഡാണെന്നൊക്കെ വരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ വേറെന്ത് ആ ഒരു ട്രോമയിൽ നിന്ന് ഓവർകം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് കുറച്ച് ഓവർ റിയാക്ഷൻസ് അല്ലെങ്കിൽ ഓവർ ആക്ഷൻസ് വരും. അപ്പൊ എനിക്ക് മനസ്സിലായത് ഇവളുടെ ഒരു അതായത് മറ്റു ജോലികൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഒരു സാധനം ഇവളെ അലട്ടും എന്നുള്ളൊരു സംഭവം കൊണ്ട് ഇവള് മാക്സിമം കുറച്ചുകൂടെ എന്റർടൈൻമെന്റ് ഫീൽഡിലോട്ട് മാറുന്നു. ആ ഒരു സ്ഥലത്ത് അവൾക്ക് കുറെ എൻഗേജ്ഡ് ആയിരിക്കും, ഈ ഒരു സംഭവം മറക്കുന്നു എന്ന് ഇവരുടെ ഉപബോധ മനസ്സിലൊരു ചിന്തയുണ്ട്. ആ ഒരു സംഭവം കൊണ്ടാണ് ഇവൾ ഇതെല്ലാം കാണിക്കുന്നത്. പുറമേ പോയി ഷൂട്ടിന് പോകുമ്പോഴൊക്കെ അവൾ ഇത് മറക്കുന്നുണ്ട്. അവളുടേതായിട്ടുള്ള അവൾക്കും കൂടെ അഭിനയിക്കാനൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് അവൾ ആ ഒരു സാധനം ചെയ്യുമ്പോൾ അവൾ ഈ ഒരു പ്രശ്നം ഓർക്കുന്നില്ല. അത് അവളെ സംബന്ധിച്ചതൊരു എന്താ പറയാ ഒരു വഴിയാണ്, നല്ലൊരു വഴി തന്നെയാണ്. പക്ഷെ ഇത് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്, അവളുടെ മുന്നിൽ സുചേട്ടനുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം എന്നൊരു ഓർമ്മയെക്കാളും ഉപരി
സുചേട്ടന്റെ ആക്സിഡന്റ് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അതവള് പുറമെ കാണിക്കുന്നില്ല. അവള് കുറച്ചു നാളത് ഭയങ്കര ഓവർ റിയാക്ഷൻസ് പോലെ നമ്മള് വീഡിയോസിൽ കരഞ്ഞിരിക്കുന്ന രേണുവിനെ കണ്ടിട്ട് ദിണീന്നും പറഞ്ഞിട്ട് ഇതൊക്കെ മാറി, കരച്ചിലൊക്കെ മാറി ഒരു രേണുവിനെയാണ് പിന്നെ കണ്ടത്. അത് യഥാർത്ഥത്തിൽ മാറിയതല്ല, അല്ലെങ്കിൽ അവത്തിൽ നിന്ന് ഓവർകം ചെയ്തതല്ല, അത് ഉള്ളിലുണ്ട്. പക്ഷെ ഉള്ളിൽ ആ വിഷമം ഇല്ലാന്ന് നടിക്കുകയാണ് ഉപബോധ മനസ്സ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോഴും അവളത് ബാധിക്കാത്ത പോലെ നിൽക്കാനും, അവളുടെ ഉള്ളിൽ ഇതിനേക്കാളും വലിയൊരു പ്രശ്നം കിടക്കുമ്പോൾ ഈ ഒരു ക്രിറ്റിസൈസേഴ്സും ഒരു പരിധിവരെ ബാധിക്കില്ല. ഇനി അവൾ അവത്തിൽ നിന്ന് ഓവർകം ചെയ്ത് ഇറങ്ങിക്കഴിയുമ്പോഴായിരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ ബാധിക്കുക. അതാണ് ഇതിലെ പ്രശ്നം. അപ്പോ ഈ ഒരു അവാർഡ് കൂടെ താഴ്ത്ത് വെച്ചു എന്നും പറഞ്ഞിട്ട് അടുത്ത പ്രശ്നങ്ങൾ, അതൊക്കെ ഒരു വിഷയമല്ലല്ലോ. ഇതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അത് എങ്ങോട്ട് തിരിഞ്ഞാൽ അപ്പൊ ഇവിടെ സുചേട്ടനെ അപമാനിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സുചേട്ടൻ മരിച്ചത് 2 വർഷമായി. അവള് സുചേട്ടനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും സ്നേഹിച്ചിട്ടില്ല എങ്കിലും 2 വർഷം കഴിഞ്ഞു. അവൾക്ക് മറ്റൊരു ലൈഫിലോട്ട് പോകാൻ ഉള്ളത് ടൈമായി. വേണമെങ്കിൽ അവൾക്ക് പോകാം, അവൾക്ക് തീരുമാനിക്കാൻ പോകണമോ വേണ്ടതെന്ന്. അങ്ങനെ അവൾ പോവുകയാണെങ്കിൽ, അവൾക്ക് പോയിട്ടില്ല, അങ്ങനെ പോകണതിന് മുന്നേ തന്നെ നീ സുചേട്ടനെ തന്നെ ഇവിടെ ആലോചിച്ച് ഇവിടെ തന്നെ ഇരിക്കണം, നീ മറ്റുള്ളവരായിട്ടൊരു ബന്ധം സൃഷ്ടിക്കരുത് എന്ന് അങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, ഒരു എന്താ പറയാ അപരിഷ്കൃതമായ ഒരു സംഭവത്തിലോട്ടാണ് ഇവര് കൊണ്ടെത്തിക്കുന്നത് ഈ കാര്യം. പണ്ടത്തെ ആൾക്കാര് മറ്റേ സതി പോലെ, നീ ആ സതി പോലത്തെ ഒരു സിസ്റ്റാണ് ഇപ്പോഴും ഒരു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു സതിയുടെ ടച്ച് ഉണ്ട്. കാരണം പണ്ട് ഭർത്താവ് മരിച്ചെങ്കിൽ ചിതയിൽ ചാടി നിർബന്ധമായിട്ട് സമൂഹം ചെയ്യിപ്പിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോ ഭർത്താവ് മരിച്ചൊരു പെണ്ണിനെ ജോലി ചെയ്ത് ജീവിക്കാനല്ല സമൂഹം പ്രേരിപ്പിക്കുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ട് പ്രേരിപ്പിക്കുന്നത് ജോലി ചെയ്ത് ജീവിക്കാനല്ല, അവന്റെ പേരും പറഞ്ഞ് ഏതെങ്കിലും കോർണറിൽ മിണ്ടാണ്ടിരുന്നോ എന്നാണ് സൊസൈറ്റി പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോ യൂട്യൂബ് നാട്ടുകാർ പറയുന്നത്. അത് ഒരു ശരിയായ കാര്യമാണോ? ആ പെണ്ണിന്റെ നിലവിൽ അവൾക്ക് മറ്റൊരു ബന്ധങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഇവര് പറയാ ആദ്യം വന്നത് മറ്റെന്തായിരുന്നു, ദാസേട്ടനുമായിട്ട് അവൾ അങ്ങനെ കാണിച്ചു, ശരിയല്ല, നമ്പർ 1 മിസ്റ്റേക്ക്. പിന്നെ വന്നത് പ്രതീക്ഷ എന്ന് പറഞ്ഞ ചെക്കൻ, ആ ചെക്കന്റെ ഭാര്യ വരെ വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അത് ചേച്ചിയാണ്. എന്നാലും നാട്ടുകാർ വിടത്തില്ല, യൂട്യൂബ് നാട്ടുകാർ എന്നാലും വിടത്തില്ല, ഇവന്റെ കുടുംബം തകർക്കും എന്ന രീതിയിലാണ് വീണ്ടും പറയുന്നത്. അതൊക്കെ വളരെ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെയൊന്നും അവളുടെ മനസ്സിൽ കൂടെ പോലും പോയിട്ടില്ല. അവളുടെ മനസ്സിൽ ഇപ്പോഴും ആ സുചേട്ടന്റെ ആക്സിഡന്റ് കിടക്കുന്നതിന്റെ ഉള്ളിലുണ്ട്. അത് അവൾ പുറമെ കാണിക്കുന്നില്ല, അവൾക്ക് പുറമെ അത് കാണിക്കാൻ ഇഷ്ടമല്ല. അവളുടെ ഉപബോധ മനസ്സിൽ ഓവർകം ചെയ്തിട്ട് അവളുടെ ഉപബോധ മനസ്സിരിക്കുന്ന ഇതിൽ നിന്ന് ഓവർകം ചെയ്യണം, നല്ല ലൈഫ് വേണം എന്നൊരു തോട്ടിൽ മുന്നോട്ട് പോവാണ്. പക്ഷെ ഉള്ളിൽ അത് ആയിട്ടുമില്ല, ഓക്കെ ആയിട്ടുമില്ല. ഇനി ഇവള് ഓരോ യൂട്യൂബേഴ്സിന്റെ അടുത്തും അവർ ചെന്ന് കൊനിഷ്ഠ ചോദ്യങ്ങൾ ചോദിക്കും. ഇവളതിന് സത്യസന്ധമായിട്ട് ഇന്ന് മറുപടി പറയും. അത് അടുത്ത വിവാദമാവും. വീണ്ടും അടുത്ത യൂട്യൂബേഴ്സ് വീണ്ടും വന്ന് കൊനിഷ്ഠ ചോദിക്കും, ഇവള് വീണ്ടും അവിടുന്ന് മറുപടി പറയും. സത്യത്തിൽ അതെന്താണെന്നറിയാമോ? അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതൊരു തീർത്തും പാവമായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും മറുപടി കൊടുത്തോണ്ടിരിക്കുന്നത്. അതിന് പകരം വേറെ വല്ലവരും ആണെങ്കിൽ, ഇപ്പൊ എന്റെ അടുത്ത് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ വല്ലവരും വന്നിട്ട് ഒന്ന് ചോദിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ മിണ്ടത്തില്ല. രണ്ടാമത് ചോദിച്ചാൽ ഞാൻ മുഖഭാവത്തിലൂടെ അത് കാണിക്കും. മൂന്നാം ദിവസം പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് ഉത്തരം കൊടുക്കാൻ ഞാൻ പോകും. ഇത് ഇവര് കാരണമാണ് അടുത്തടുത്ത് വിവാദം ഉണ്ടാകുന്നതെന്ന് മനസ്സിലായോ എന്തോ അറിയില്ല. അവള് വീണ്ടും പോയി ആരെന്തോ ചോദിച്ചാലും, അവരെന്തോ സ്റ്റുപ്പിഡ് ചോദ്യങ്ങൾ ചോദിച്ചാലും അയ്യോ ഉത്തരം പറയുമെന്ന് പറഞ്ഞു പോയിരുന്നു ഉത്തരം പറഞ്ഞോണ്ട് നിന്ന് സകലമാന പ്രശ്നങ്ങൾ അവര് വലിച്ചെടുത്ത് വെക്കണം. അത് അവള് പാവമായതുകൊണ്ടാണ്. അവിടെ സ്ഥാനത്ത് ഭയങ്കരകളാണെങ്കിൽ പോടാ എന്ന് പറഞ്ഞിട്ട് പോകും, ആട്ടി വിട്ടിട്ട് പോകും. എത്രയോ ഇപ്പൊ നമ്മള് വിഷ്വൽസിലൊക്കെ കാണുന്നില്ലേ, ഇപ്പൊ സൂപ്പർ സ്റ്റാറും മെഗാ സ്റ്റാറും അല്ലാത്ത സ്റ്റാറുകളും എല്ലാ ഭാഷകളിലുള്ളവരൊക്കെ ആരാധകരൊക്കെ വലിച്ചെറിയുന്ന വീഡിയോ, തട്ടിയിട്ടിട്ട് സെൽഫി എടുക്കാൻ വരുമ്പോ തട്ടി മാറ്റിയിട്ട് പോകുന്ന വീഡിയോ, ഇതൊക്കെ കാണുന്ന നാടാണ്. അവരൊക്കെ അത്രയ്ക്കും ഉള്ളിൽ അങ്ങനത്തെ ആൾക്കാരായതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോകുന്നു. ഇവള് പാവം മറുപടിയും കൊടുത്ത് ഇവിടെ നിൽക്കുന്നു. ആ മറുപടിയുടെ പേരും പറഞ്ഞ് ഇവളെ തന്നെ വീണ്ടും എടുത്ത് കുത്തി 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 ക്രൂശിച്ചോണ്ടിരിക്കുക. ഇതൊക്കെ എന്ത് തരം മര്യാദയാണ്, എന്ത് തരം മര്യാദയാണ്? ഇവരെല്ലാവരും കൂടി ഇവർക്ക് ആവശ്യം എന്താന്ന് വെച്ചാ ഈ 2 പിള്ളേരെ ഇവള് നോക്കരുത്, ഈ 2 നോക്കാതെ പോണം. അപ്പൊ അവർക്കൊരു സമാധാനം, അവരുടെ കണ്ടന്റ് ആ ഒരു ലെവലിൽ കിട്ടും. അവരത് അത് വെച്ചിട്ട് കുറച്ച് വീഡിയോ ചെയ്യും, പൈസ ഉണ്ടാക്കും. 2 ഈ കുട്ടികളെ പരസ്പരം തമ്മിൽ തല്ലണം. അങ്ങനെ ഈ 3 പേര് നാല് വഴിക്കായ നാല് വഴിക്ക് നിലവിലായിട്ടില്ല. അവര് 2 മക്കളും പരസ്പരം സ്നേഹിക്കുന്നതിന് കാരണം തന്നെ
ഈ ഒരു അമ്മയാണ് രേണു സുധി എന്ന് പറഞ്ഞ ഒരു പെണ്ണ് വിചാരിച്ചത് കൊണ്ടാണ് ഇവർ സ്നേഹിച്ചിരിക്കുന്നത്. ആ ചെക്കൻ ഇതുവരെ വന്ന അമ്മേനെ കുറിച്ച് ഒരു മോശം പറഞ്ഞിട്ടില്ല. ഇളയ ചെക്കന് ചേട്ടൻ വരുമ്പോൾ നല്ല സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ ഇളയ ചെക്കന്റെ മനസ്സിൽ ചേട്ടന് നല്ല സ്ഥാനമുണ്ട്. അമ്മ നല്ലതേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അമ്മയോ അമ്മയുടെ വീട്ടുകാരോ എന്തെങ്കിലും മോശം പറഞ്ഞു കൊടുത്താൽ ചേട്ടൻ വരുമ്പോൾ അവനത് കാണിച്ചു നിൽക്കും. പക്ഷെ ഇളയ ചെക്കനത് കാണിച്ചാൽ അവന് ചേട്ടനോടുള്ള സ്നേഹം ഇളയ കുഞ്ഞിക്കൊച്ചും കാണിക്കുന്നു, വലിയ കൊച്ചും കാണിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? നിലവിൽ ഈ പറയുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നും അവര് ചിന്തിച്ചിട്ട് പോലുമില്ല. പകരം അവർക്ക് പകരം വേറെ കുറെ ആൾക്കാർ ഒരു ആവശ്യമില്ലാണ്ട് ഇത് കച്ചറയാക്കാം. ഇവർക്ക് ഈ ഒരു പോസിറ്റീവായിട്ട് പോകേണ്ട ഒരു കാര്യത്തിന് ഇവരെല്ലാവരും കൂടെ പറഞ്ഞ് അവർക്കൊരു നെഗറ്റീവ് ആക്കി എടുത്ത് ആ ഫാമിലി തമ്മിൽ തല്ലി തകർത്ത് ഈ വീട് ഉപേക്ഷിച്ച് അവളും പോണം, ഈ വീട് ഉപേക്ഷിച്ച് മൂത്ത ചെക്കനും പോണം, ഇളയെ കുറിച്ച് വഴിയാധാരാകണം. അങ്ങനെയാണെങ്കിൽ ആ കൊള്ളാം, അവർക്ക് സംതൃപ്തിയാവും. നിലവിൽ അങ്ങനെ ആകുന്നത് വരെ ഇവർക്ക് ടോർച്ചർ ചെയ്യും. അതിന് പകരം ഇവർക്കൊന്ന് ചിന്തിച്ചൂടെ? ഈ ഒരു ബൈബിളിൽ ഒരു വചനമുണ്ട്, അത് ബൈബിളിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒരു വചനമാണ്. കന്യകയുടെ മേൽ കണ്ണ് വെക്കരുത്, അതേപോലെ വിധവയുടെ മേൽ കല്ലെറിയരുത്. അങ്ങനെയാണ് തോന്നുന്നു വിധവ. അപ്പൊ അവർക്ക് അതിൻ്റെതായ ഒരു പരിഗണന കൊടുക്കണം. പരിഗണന കൊടുത്തില്ലെങ്കിൽ ഇതുമാതിരി ദ്രോഹം ചെയ്യരുത്. അവള് ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സാധനയില്ലേ, അവളുടെ ഭർത്താവ് മരിച്ച് 2 വർഷം അവളൊന്നും ചെയ്യാതെ അവിടെ ഇരുന്ന് 2ാമത്തെ വർഷം അവൾക്ക് ജീവിക്കണ്ടേ? അവൾ എന്തെങ്കിലും അല്ല, എപ്പോഴും പണ്ട് ലക്ഷ്മി നക്ഷത്രം എന്തോ പൈസയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും ലക്ഷ്മി നക്ഷത്രം കൊടുക്കാൻ പറ്റുമോ? അവൾ സ്വന്തമായിട്ട് ജീവിച്ച അവരുടെ പൈസ ഉണ്ടാക്കണ്ടേ? അവൾക്ക് ജനിച്ചൊരു കുഞ്ഞുണ്ട്, വേറൊരു കൊച്ചുണ്ട്. വേറൊരു മൂത്ത കൊച്ചിന്റെ പൈസ പഠനത്തിന്റെയൊക്കെ ചെലവ് ഫ്ലവേഴ്സ് വഹിക്കുന്നു എന്നാണ് അറിഞ്ഞത്. അത് പോട്ടെ, ഇളയെ കൊച്ചിനെ വളർന്നു വരുന്നതനുസരിച്ച് ഇവള് ചെയ്യണ്ടേ? അല്ലാതെ ആരെങ്കിലും നോക്കും, ആരെങ്കിലും സൂചിച്ചേട്ടന്റെ ഓർമ്മയും കൊണ്ട് എല്ലാവരും എപ്പോഴും തരുമെന്നും പറഞ്ഞ് വീട്ടിൽ വെറുതെ പറ്റുമോ? പിന്നെ മറ്റൊരു ജോലികൾ ചെയ്യാൻ മാത്രം അവൾക്ക് അതൊരു ഇഷ്ടമാണെങ്കിൽ, അവൾക്ക് അതിന് അവസരം കിട്ടിയെങ്കിൽ അവൾ ചെയ്യട്ടെ. ആ അവസരം കിട്ടിയപ്പോൾ അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവൾ ചെയ്യട്ടെ. അതല്ല നല്ലവരായിട്ടുള്ള മനുഷ്യർ ചിന്തിക്കേണ്ടത്. അതിന് ഒരു പെണ്ണ് ജോലി ചെയ്ത് ജീവിക്കുന്നതിന് പോട്ടെ, ഇവർക്ക് വല്ലവർക്കും കുറ്റം പറയും. ഇവൾ എന്തെങ്കിലും ഒരു അലമ്പത്തരം കാണിച്ചെങ്കിൽ കുറ്റം പറയും. ഒന്നും കാണിച്ചിട്ടില്ല, ആരെ കൊന്നിട്ടില്ല, ഒരു എന്താ പറയാ MDMA കേസിലോ കഞ്ചാവ് കേസിലോ പ്രതിയായിട്ടില്ല, ആരെയും ചീത്ത പറഞ്ഞിട്ടില്ല, ആരുടെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല, ഒരു മോശ സാഹചര്യത്തിൽ കണ്ടിട്ടില്ല, ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവളെ ഇങ്ങനെ പറഞ്ഞ് ആ ലെവലിലാക്കിയാൽ ഇവർക്ക് സമാധാനം. ഒരു നല്ല ഫാമിലിനെ നശിപ്പിച്ച് തകർത്ത് തകർത്ത് ഇല്ലാണ്ടാക്കിയ ഇവർക്ക് സമാധാനം. അപ്പൊ ഇത് കാണുമ്പോ ഈ ലെവൽ ആ പെണ്ണിനെ മോശം പറയുന്നവരൊന്നും ചിന്തിക്കാം. അമ്മ അതിനു വലിയ ഒരു കാര്യം അവൾ ചെയ്തിട്ടില്ല. ഈ റിയാക്ഷൻ വീഡിയോയിൽ അവളെ കുറ്റം പറയുന്ന ചെക്കന്മാരെ എങ്ങാനും ആ സുധിച്ചേട്ടന്റെ ആത്മാവ് കാണുവാണെങ്കിൽ, ആത്മാവിനേക്കാൾ ഉപരി സുധിച്ചേട്ടൻ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. സ്വന്തം ഭാര്യനെ പറ്റി ഇത്രയും പറയുന്ന ഏതെങ്കിലും ഭർത്താക്കന്മാരെ സമ്മതിക്കുമോ? ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെയൊക്കെ വീട്ടിൽ കയറി കുറ്റി അടിച്ചു പൊട്ടിച്ചിട്ട് പോയേനെ. പക്ഷെ പുള്ളിക്ക് വരാൻ പറ്റുന്ന സാഹചര്യമില്ല. പുള്ളി വേറെ ഏതോ ലോകത്താണ്. അതിനുള്ളൊരു മര്യാദ പോലും ഇവർ കൊടുക്കുന്നില്ല. ഒരു ഭർത്താവും ഒരു ഭാര്യനെയും പറ്റി കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ ചേച്ചി ജോലി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഈ പെണ്ണിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടും പുറത്താണെങ്കിൽ പോലും അങ്ങനെ വല്ലതും പറഞ്ഞാൽ അത് ശരിയല്ലാത്തൊരു കാര്യമാണ്. അവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോലും പോലീസ് വഴക്കിട്ട് വെച്ചു എന്ന് പറയുന്നതിന് അത് പോലീസിന് ചിലപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതായിരിക്കാം. അല്ലെങ്കിൽ സാധാരണ പോലീസുകാർ അങ്ങനെ ചെയ്യില്ല. അതിനേക്കാൾ ഉപരി ഈ ഒരു ഓപ്പോസിറ്റ് എന്ന വ്യക്തി നല്ല രീതിയിൽ ഇതാണ് സുചേട്ടന്റെ മരണം ഇവർ കൊണ്ട് ഇങ്ങനെ ആക്കി, പള്ളിയിൽ കൊണ്ട് അടക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പോലീസ് ഡൈവേർട്ടായി പോയതായിരിക്കാം. അല്ലാത്ത പക്ഷം ആ ഒരാളുടെ വ്യക്തി ജീവിതത്തെ, രേണു സുധി എന്ന് പറഞ്ഞൊരു വ്യക്തി ജീവിതത്തെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യാനൊന്നും ഒരു യൂട്യൂബേഴ്സിന് അവകാശമില്ല. അത് ചിലപ്പോൾ പോലീസിന് മിസ്റ്റേക്ക് പറ്റിയതായിരിക്കാം, അല്ലെങ്കിൽ യൂട്യൂബേഴ്സിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മടുത്തായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു സംഭവം അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നടന്നിട്ടുണ്ടാവും, അതായിരിക്കാം. എന്തൊക്കെ പറഞ്ഞാലും അവരെ ജീവിക്കാൻ അനുവദിക്കട്ടെ, അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. അവർ ജോലി ചെയ്തല്ലേ ജീവിക്കുന്നത്. അത് മോശം പരിപാടികളൊന്നും ചെയ്തിട്ടല്ലല്ലോ ഒരു പൈസ ഉണ്ടാക്കണം. അവരെ കൊണ്ട് പറ്റുന്ന പോലത്തെ പരിപാടികൾ ചെയ്തിട്ട്, നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ചെയ്യട്ടെ. അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോ ആ ഒരു പ്രായത്തില് പലരും ഉണ്ട്, പല നടിമാരും. അതിനപ്പുറം ഇപ്പൊ സണ്ണി ലിയോണിന്റെ വീഡിയോ, മിയ ഖലീഫയുടെ വീഡിയോ ഒക്കെ രാത്രി ഇരുന്ന് കണ്ട് നിർവികാരപ്പെടുന്നവരാണ്. രേണു സുധി ഒന്ന് ടോപ്പ് 3 കയറിയ പ്രശ്നം, ഒരു സ്കർട്ട് ഇട്ട പ്രശ്നം, ഒരു മോഡേൺ ഡ്രസ് ഇട്ട പ്രശ്നം, ഇച്ചിരി വയറ് കണ്ട പ്രശ്നം. അപ്പൊ ഒരു സണ്ണി ലിയോൺ ചേച്ചിക്ക് ഇത്രക്കൊക്കെ ഉണ്ട്. അതുപോലാണോ രേണു സുധി? എന്താ രണ്ടും പെണ്ണല്ലേ, രണ്ടുപേർക്കും ജീവിക്കണ്ടേ? അപ്പൊ അവര് അങ്ങനെ ചെയ്യരുതോ, ഇന്ത്യയിൽ പോൺ നിരോധിച്ചതാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ പോൺ കാണാൻ പാടില്ല, ഇന്ത്യയില് സമൂഹം അങ്ങ് ചീത്തയിൽ പോകുന്നു പറയത്തില്ല. അതൊക്കെ അപ്പൊ പറയും അതൊക്കെ സണ്ണി ലിയോണിന്റെ അവകാശം, വ്യക്തി സ്വാതന്ത്ര്യം. അവർക്ക് വ്യക്തി സ്വാതന്ത്ര്യമില്ല. അപ്പോഴേ ഇവർക്ക് സ്വാതന്ത്ര്യത്തിനെ കുറിച്ചുള്ള അർത്ഥമൊക്കെ അറിയുള്ളൂ.
അങ്ങനത്തെ കാര്യം. പോണിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നല്ല അർത്ഥങ്ങളൊക്കെ ഉണ്ട്, സ്വാതന്ത്ര്യത്തിന്റെ ഡെഫിനിഷൻ ഒക്കെ അറിയാം. അല്ലാണ്ട് പാവം പിടിച്ചൊരു പെണ്ണ്, ഒരു BPL കാർഡ് സ്വന്തമായിട്ടുള്ള ഒരു പെണ്ണ് ഒന്ന് ഇത്തിരി കയറി വരുമ്പോൾ ഇവർക്ക് ദഹിക്കത്തില്ല, ഇവർക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല, ഇവർക്ക് എങ്ങനെയെങ്കിലും അതൊക്കെ ഒന്ന് നശിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയല്ല ചെയ്യേണ്ടത്. കുറച്ച് മനുഷ്യത്വം വേണം, കുറച്ച് മനസാക്ഷി വേണം, കുറച്ച് കരുണ, കുറച്ച് ദയൊക്കെ മനുഷ്യരായ വേണം. മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക. അവര് നല്ലതാണോ ചീത്തതാണോ എന്ന് കാലമാണ് തെളിയിക്കേണ്ടത്. അവര് സുധീനെ സ്നേഹിച്ചിട്ടുണ്ടോ സ്നേഹിച്ചിട്ടില്ലേ എന്നൊക്കെ കാലമാണ് തീരുമാനിക്കേണ്ടത്. കാലം അതിനുള്ള ഉത്തരം നൽകും. അവർ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ കാലം അത് തീർച്ചയായിട്ടും അത് തെളിയിച്ചു തരും. ആ മക്കൾക്ക് അവർ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് അമ്മയായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ കാലം അതിനൊരു മറുപടി കൊടുക്കും. അത്രേ ഉള്ളൂ. അതിന് മുന്നേ കിടന്ന് യൂട്യൂബ് നാട്ടുകാർ കിടന്ന് ഇത്രക്ക് അങ്ങ് പറഞ്ഞു പോരുത് ഒരു പെണ്ണിന്റെ ജീവിതം വെച്ച്. അത്ര പറയാനുള്ളൂ. കാണുന്നവരായ മനുഷ്യർ മനസ്സിലാക്കുക, അതൊരു പെണ്ണാണ്, അത് ജീവിക്കട്ടെ, അവർ ജീവിച്ച് നല്ല രീതിയിൽ വരട്ടെ, അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഒന്ന് ഹൃദയം ഉണ്ടെങ്കിൽ ചിന്തിക്കുക. മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരുമ്പോൾ